ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചു കേൾക്കണേ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഏതാ? ഗ്ലൂക്കോഗൺ ആണ് കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കോഗൺ. അതേസമയം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാ? ഇൻസുലിൻ ആണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കോഗണും അതുപോലെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അടുത്ത ചോദ്യം, വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരം തമിഴിലേക്കാണ് അല്ലെ, തമിഴിലേക്കാണ്. അപ്പൊ സുബ്രഹ്മണ്യ ഭാരതി. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ ഘോഷാണ്. അപ്പൊ ഇംഗ്ലീഷിലേക്കാണെങ്കിൽ അരവിന്ദ ഘോഷും തമിഴിലേക്കാണെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതി. ഓക്കെ, അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ്. നമ്മുടെ സൂര്യനകത്തും സ്റ്റാർസിനകത്തൊക്കെ ഉള്ള ഹൈഡ്രജൻ ആണ് അല്ലെ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാ? നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ? ഓക്സിജൻ ആണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. അടുത്ത ചോദ്യം, തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ചോദിക്കുകയാണെങ്കിൽ സെറിബ്രൽ ഹെമറേജ് ആണ് കേട്ടോ. ഏതാണ്? സെറിബ്രൽ ഹെമറേജ്. രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശുക്രനാണ്. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ ശുക്രനും. ദിനരാത്രങ്ങൾക്ക് ഏറ്റവും കുറവ് ദൈർഘ്യമുള്ള ഗ്രഹം ചോദിക്കുകയാണെങ്കിൽ വ്യാഴവുമാണ് കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. നൂറുകണക്കിന് പക്ഷിയുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. പക്ഷി പാതാളം എന്നറിയപ്പെടുന്നത് വയനാടാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏതാ? ജെസ്യൂട്ട് പ്രസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ആണ് ജെസ്യൂട്ട് പ്രസ്. കേരളത്തിലെ ആദ്യത്തെ മലയാളം പ്രസ് ചോദിക്കുകയാണെങ്കിൽ CMS പ്രസ് ആണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ മലയാളം പ്രസ് ആണെങ്കിൽ CMS പ്രസ് ആണ്. കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ്. അപ്പൊ കേരളീയർ സ്ഥാപിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ പ്രസ് അല്ല, അപ്പൊ കേരളം വെച്ചിട്ട് തന്നെ കേരള വിലാസം കേട്ടോ. കേരള വിലാസം പ്രസ്. അപ്പൊ ഒന്നും കൂടെ, കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. നൂറുകണക്കിന് പക്ഷി പാതാളം വയനാട്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് ജെസ്യൂട്ട് പ്രസ്. കേരളത്തിലെ ആദ്യത്തെ മലയാളം പ്രസ് ഏതാ? CMS പ്രസ് ആണ്. കേരളീയർ സ്ഥാപിച്ച കേരളത്തിലെ ആദ്യത്തെ പ്രസ് ഏതാ? കേരള വിലാസം പ്രസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. കല്യാണ സൗഗന്ധികം കവിത രചിച്ചത് വയലാറ്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് ആരാണ്? കോട്ടയത്ത് തമ്പുരാൻ. കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ചത്, തുള്ളൽ എന്ന് പറയുമ്പോൾ നമുക്ക് കത്തുവല്ലേ, കുഞ്ചൻ നമ്പ്യാറാണ്. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ കല്യാണ സൗഗന്ധികം കവിത രചിച്ചത് വയലാറ്. കല്യാണ സൗഗന്ധികം ആട്ടക്കഥ രചിച്ചത് കോട്ടയത്ത് തമ്പുരാൻ. കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ചോദ്യം, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ് കേട്ടോ. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? പന്തളം KP രാമൻപിള്ള. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മയാണ്. ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം എന്ന ഗാനം രചിച്ചത് പന്തളം കേരളവർമ്മ. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യമാണ്, സുഖോയ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ആരുടെ നിന്നാണ്? ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. നമ്മൾ DRDOയുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ് അല്ലെ. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. അപ്പൊ സുഖോയ് യുദ്ധവിമാനം ഇന്ത്യ വാങ്ങിയത് റഷ്യ, ഇന്ത്യ റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് ഫ്രാൻസിൽ നിന്നാണ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള മിസൈൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ. അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് തോപ്പിൽ ബാസിയാണ്. എന്നാൽ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം രചിച്ചത് സിവിക് ചന്ദ്രൻ. ആരാണ്? സിവിക് ചന്ദ്രൻ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ബാസി കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് എജുമണി ആപ്പിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. GK ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതേപോലെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് എടുക്കാം. സ്റ്റഡി മെറ്റീരിയൽസിനകത്ത് ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. ഇപ്പോൾ കേരളം, ഇന്ത്യ, വേൾഡ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ നോളേജ് ആണ്. അപ്പോൾ ജനറൽ നോളേജിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. സെറ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം,
അവഹേളനത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ ബഹുമതി ചിഹ്നങ്ങൾ നമ്മുടെ അപമാനം കൂടുതൽ പ്രകടമാക്കുന്നു. എനിക്ക് ലഭിച്ച എല്ലാ പ്രത്യേക ബഹുമതികളും ഞാനിതാ ഉപേക്ഷിക്കുന്നു. 1919 വൈസ്രോയ്ക്ക് ഇപ്രകാരം കത്തെഴുതിയത് ആരാണ്? ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ അപൂർണമായ ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം? സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആണ് കേട്ടോ. ആരുടെ അപൂർണമായിട്ടുള്ള ആത്മകഥയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിരീക്ഷിക്കാൻ കേരളത്തിലെത്തിയിട്ടുള്ള നേതാവ് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ് കേട്ടോ. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹം നിരീക്ഷിക്കാൻ കേരളത്തിലെത്തിയിട്ടുള്ള നേതാവ് ആരാണ്? ആചാര്യ വിനോബ ഭാവെ. അടുത്ത ചോദ്യം. 1906 മിന്റോ പ്രഭുവിനെ സന്ദർശിച്ച് നിവേദനം നൽകിയ മുസ്ലിം ലീഗിൻ്റെ നിവേദന സംഘത്തെ നയിച്ചതാരാണ്? ആൻസർ ആഗാ ഖാൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാവ് ആരാണ്? ആൻസർ സി കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാവ് ആരാണ്? സി കേശവൻ. അടുത്ത ചോദ്യം നോക്കാം. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അടുത്ത് നോക്കാം. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ഭേദഗതികൾ നടന്നത്? ആൻസർ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കേട്ടോ. അടുത്തത്. ആനകളുടെ അസ്ഥികൾ മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയം ഏതാണ്? ആൻസർ ഗവിയാണ്. ആനകളുടെ അസ്ഥികൾ മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ്? ഗവിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. സാഹിത്യ നൊബേലിന് അർഹയായിട്ടുള്ള ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പേൾ എസ് ബക്ക് ആണ് കേട്ടോ. സാഹിത്യ നൊബേലിന് അർഹയായിട്ടുള്ള ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ വനിത ആരാണ്? പേൾ എസ് ബക്ക്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ, ഈ ചോദ്യങ്ങളെല്ലാം എജു മണി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ആ ഒരു സെറ്റിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിവിഷൻ ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ വീക്ക്ലി ചാലഞ്ചസ് ഉണ്ട് ഈ ആപ്പിനകത്ത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയും ഓരോ ടോപ്പിക്സ് ആണ്. ഇപ്പോൾ ഈ ആഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത് GK ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ എവിടെയാണ്? ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി ചോദിക്കുകയാണെങ്കിൽ യുനാനി മെഡിസിൻ എവിടെയാണ്? ബാംഗ്ലൂരിലാണ് കേട്ടോ. യുനാനി മെഡിസിൻ ബാംഗ്ലൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചോദിക്കുകയാണെങ്കിൽ ചെന്നൈ കേട്ടോ. പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഐസക് ന്യൂട്ടൻ ആണ്. പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഐസക് ന്യൂട്ടൻ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആരുടെയാ? ക്രിസ്ത്യൻ ഹൈജീൻസിന്റെ ആണ് കേട്ടോ. തരംഗം വേവ് തിയറി ആരുടെയാണ്? ക്രിസ്ത്യൻ ഹൈജീൻസ് ആണ്. കണിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഐസക് ന്യൂട്ടൻ ആണ്. അടുത്ത് നോക്കാം. പന്തി ഭോജനം തൈക്കാട് അയ്യയുടെ ആണ് കേട്ടോ. പന്തി ഭോജനം തൈക്കാട് അയ്യ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വൈകി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കറിയൊക്കെ തീർന്നു പോയിണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് സമമായിട്ട് ചിലപ്പോൾ ഭോജനം കിട്ടില്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനം ആരുടെയാ? സഹോദരൻ അയ്യപ്പന്റെ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സഹോദരൻ എല്ലാം കൂടെ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കഴിക്കുന്ന ആലോചിക്കുക കേട്ടോ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭട്ടാനന്ദ. ചില ആൾക്കാരുടെയൊക്കെ വാക്കായിരിക്കും നമുക്ക് പ്രീതി വരുത്തുക അല്ലെ. അപ്പൊ വാഗ്ഭട്ടാനന്ദ വാക്കുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പ്രീതി ഭോജനം കേട്ടോ. അപ്പൊ പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികള്, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ, പ്രീതി ഭോജനം വാഗ്ഭട്ടാനന്ദ. ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ ആണ്. ലോകത്തിലെ ആന്റിസെപ്റ്റിക് ഫിനോൾ. ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാ? പെൻസിലിൻ. ഓക്കെ, ആന്റിബയോട്ടിക് പെൻസിലിൻ ആണ്. ആദ്യത്തെ ആന്റിസെപ്റ്റിക് ചോദിക്കുകയാണെങ്കിൽ ഫിനോൾ. കാൽഷ്യം ഓക്സൈഡ് ആണ് ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. കാൽഷ്യം ഓക്സൈഡ് CaO അതാണ് ക്വിക്ക് ലൈം. കാൽഷ്യം കാർബണേറ്റ് ആണ് മാർബിൾ. കാൽഷ്യം കാർബണേറ്റ് മാർബിൾ. കാൽഷ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് കേട്ടോ. കാൽഷ്യം സൾഫേറ്റ് ഏതാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അടുത്ത ചോദ്യം നോക്കാം. റെയിൽ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാ? കപൂർത്തലയാണ്. റെയിൽ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നു? കപൂർത്തല. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നത്? പേരാമ്പൂർ ആണ് കേട്ടോ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെ സ്ഥിതി ചെയ്യുന്നത്? പേരാമ്പൂർ. അപ്പം റെയിൽ എന്ന് പറയുമ്പോൾ റെയിലിന് തല വെക്കല്ലേ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. റെയിൽ കോച്ച് ഫാക്ടറിയാണ് കപൂർത്തല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യസഭ അംഗങ്ങളുടെ ഇലക്ഷൻ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യസഭ അംഗങ്ങളുടെ ഇലക്ഷൻ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടംകൊണ്ടിരിക്കുന്നത്? സൗത്ത് ആഫ്രിക്ക. ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്
ഏത് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അയർലാൻഡിൽ നിന്നാണ് കേട്ടോ. ഇത് രണ്ടും മാറിപ്പോരുത്. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ ഏത് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അതേസമയം രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഇത് കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഉത്തര അയനാന്ത ദിനം ജൂൺ 21, ദക്ഷിണ അയനാന്ത ദിനം എന്ന ഡിസംബർ 22. അപ്പം ചെറിയ കണക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഉത്തരം എന്ന് പറയുമ്പോണ്ടല്ലോ, ഉത്തരമൊക്കെ നമ്മൾ എപ്പോഴാണ് പറയാ? സ്കൂൾ തുറക്കുമ്പോൾ അല്ലെ. അപ്പൊ സ്കൂൾ തുറക്കുന്ന മാസം ജൂൺ മാസം. അപ്പൊ ജൂൺ 21 എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക. ഉത്തര അയനാന്ത ദിനമാണ് ജൂൺ 21. ദക്ഷിണ എന്ന് പറയുമ്പോൾ ഡി വെച്ചിട്ട് തന്നെ ഡിസംബർ 22 കേട്ടോ. ദക്ഷിണ അയനാന്ത ദിനം ഡിസംബർ 22. അടുത്ത ചോദ്യം നോക്കാം. തിരുകൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? പരവൂർ ടി കെ നാരായണപിള്ളയാണ്. തിരുകൊച്ചിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പരവൂർ ടി കെ നാരായണപിള്ള. തിരുകൊച്ചിയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? എ ജെ ജോൺ. തിരുകൊച്ചിയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? എ ജെ ജോൺ ആണ്. തിരുകൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാ? പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് കേട്ടോ. ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. ഓക്കെ. അപ്പൊ അവസാനത്തെ എന്ന് പറയുമ്പോൾ ഗോവിന്ദ ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അപ്പൊ തിരുകൊച്ചിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് കൊച്ചിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കേട്ടോ. ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയുടെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇക്കണ്ട വാര്യറാണ്. കൊച്ചിയുടെ അവസാനത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്കണ്ട വാര്യർ. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ആരാണ് സ്ഥാപിച്ചത്? ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് കേട്ടോ. ആരാണ് സ്ഥാപിച്ചത്? CV രാമനാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജംഷഡ്ജി ടാറ്റ ആണ്. അപ്പൊ ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് ആരാണ് സ്ഥാപിച്ച? അക്കാഡമി ചോദിക്കുകയാണെങ്കിൽ CV രാമൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ജംഷഡ്ജി ടാറ്റ. ജാതി കുമ്മിയുടെ രചയിതാവ് പണ്ഡിറ്റ് കറുപ്പനും ജ്ഞാനക്കുമ്മിയുടെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മാനന്ദ ശിവയോഗി. മാറിപ്പോരുത്. ജാതി കുമ്മിയുടെ രചയിതാവ് പണ്ഡിറ്റ് കറുപ്പനും ജ്ഞാനക്കുമ്മിയുടെ രചയിതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം നോക്കാം. ലാസ്റ്റ് ആണ്. അദ്വൈത ദീപിക എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരു. അദ്വൈത ദീപിക കേട്ടോ. ദീപിക എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരു. അദ്വൈത ദർശനം എന്ന കൃതി എഴുതിയത് ശങ്കരാചാര്യർ ആണ് കേട്ടോ. അദ്വൈത ദർശനം എന്ന കൃതി എഴുതിയത് ശങ്കരാചാര്യർ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമിയാണ്. അപ്പൊ ചട്ടമ്പികളൊക്കെയാണ് സാധാരണ കുറെ ഇങ്ങനെ ചിന്തിച്ച് പദ്ധതികളൊക്കെ ഒരുക്കണേ എന്നുള്ള രീതിയിൽ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി എഴുതിയത് ചട്ടമ്പി സ്വാമി. അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? അദ്വൈത ദീപികയാണെങ്കിൽ ശ്രീനാരായണ ഗുരു. അദ്വൈത ദർശനമാണെങ്കിൽ, ദർശനം എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യർ. അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമി. അദ്വൈത ആശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇത്രയും വെച്ച് നിർത്തുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ നല്ലപോലെ പഠിച്ചതൊന്ന് സോർട്ട് ചെയ്തൊക്കെ ഒന്ന് വെക്കുക. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും കേട്ടോ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിന്റെ കാര്യം മറക്കണ്ട. അതിനകത്തും നിങ്ങൾക്ക് GK ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും അതും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.